പ്രൈസ് ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആട്ടുവാതിക്കൽ ബെഥസ്ത എന്നൊരു കുളം, ആ കുളത്തിന്റെ കരയിൽ അനേക വ്യാധിക്കാർ, രോഗബാധിതരായ ആൾക്കാർ കടക്കുന്ന ഒരു ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. അതത് സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി കുളം കലക്കുമ്പോൾ ഈ കുളത്തിലേക്ക് ആദ്യം ഇറങ്ങുന്ന വ്യക്തി, അതേത് രോഗമാണെങ്കിലും സൗഖ്യമാണ്. ആ അനേക രോഗികൾ അവിടെ കിടക്കുന്നു. ആ ഭാഗം താഴേക്ക് വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നത് 38 വർഷമായി ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ രോഗം എന്തെന്ന് വ്യക്തമായി വേദപുസ്തകം പറയുന്നില്ല. എന്തെങ്കിലും ഒരു രോഗം എന്താണേലും യേശു ആ വഴി കടന്നു വരുന്നു. യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് വേണ്ടി കടന്നു പോയ കൂട്ടത്തിൽ യേശു കർത്താവ് ആ വഴി കടന്നു വന്നു. ആ ഭാഗം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നൊരു വാക്കുണ്ട്, ഏറിയ നാളായി ഈ മനുഷ്യൻ അവിടെ കിടക്കുന്നുവെന്ന് യേശു കണ്ടു. ഇദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? അദ്ദേഹത്തിൻ്റെ മറുപടി ചോദ്യത്തിന് തക്ക മറുപടിയല്ല കൊടുക്കുന്നത്. താൻ പറയുന്നത്, വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ എനിക്കാരുമില്ല. ഞാൻ തനിയെ ചെല്ലുമ്പോഴേക്ക് മറ്റാരോ ഇറങ്ങിക്കഴിയുന്നു. ഇദ്ദേഹത്തിൻ്റെ പരാതി ഇത്രയേ ഉള്ളൂ, 38 വർഷമായി ഞാനിവിടെ കിടക്കുന്നു. ഈ 38 വർഷമായിട്ടും എനിക്കാരുമില്ല. മറ്റു പലർക്കും പലരുമുണ്ട്. ആരൊക്കെയോ ഉള്ളവർ അവരുടെ ആൾക്കാരെ വെള്ളത്തിലിറക്കുന്നു, അവർ രക്ഷപ്പെടുന്നു. പക്ഷെങ്കിൽ ഞാൻ ഈ കിടപ്പ് കിടക്കുന്നതിൻ്റെ കാരണം എനിക്ക് ആരുമില്ല. എന്നാൽ യേശു അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടോ? സൗഖ്യമാകാൻ മനസ്സുണ്ടെങ്കിൽ സൗഖ്യമാക്കാൻ ഞാനുണ്ട്. വളരെ ഗൗരവത്തോട് ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്, ആരുമില്ല എന്നൊരു ചിന്ത നമ്മളെ ഭരിക്കുന്നെങ്കിൽ വ്യക്തമായി തിരിച്ചറിയണം, ആരുമില്ലാത്തവനെ തേടി വരുന്നൊരു യേശുവുണ്ട്. ആ യേശുവിൻ്റെ അടുക്കൽ പറയേണ്ടത്, യേശുവേ, എനിക്ക് ആരുമില്ലെങ്കിലും അങ്ങുണ്ടല്ലോ, അത് മതി. അതല്ലേ ഏറ്റവും വലുത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില പ്രതിസന്ധികളിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാതെ എന്നോടൊപ്പം വന്നവരോ, എനിക്ക് മുമ്പേ വന്നവരോ, പിമ്പേ വന്നവരോ, എന്നേക്കാൾ മുമ്പ് വിടുതൽ പ്രാപിച്ച് ഒരു നല്ല നിലയിൽ എത്തുമ്പോൾ നമ്മളൊക്കെ പറയും, അവർക്ക് ഇന്നാരുണ്ടായിരുന്നത് കൊണ്ടാ, അവരെ ഇന്നാൾ സഹായിച്ചത് കൊണ്ടാ. എനിക്ക് ആരുമില്ല. ഇല്ല, ആ വാക്ക് നിർത്തിയിട്ട് പറ, എനിക്ക് യേശുവുണ്ട്. ആരുമില്ലാത്തവരെ തേടി വരുന്ന യേശുവുണ്ട്. അതുപോരെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്ക് ആരുമില്ലെന്നല്ല പറയേണ്ടത്, പകരം ഇങ്ങനെ പറ, എനിക്ക് എൻ്റെ യേശുവുണ്ട്. എനിക്ക് യേശു ഉണ്ടെങ്കിൽ യേശു മതി. യേശു ആരിലും വലിയവനാ. ആ വലിയവനായ യേശു എനിക്കുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യമാണ്. നമുക്കിങ്ങനെ പറയാം, കർത്താവേ, എനിക്ക് യേശുവുണ്ട്. എനിക്ക് യേശുവുണ്ടിയോ മരുവിൽ എല്ലാമായെന്നും എന്നരികിൽ യേശുവുണ്ടോ, അത് മതി. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹാവ് എ ടെൻഷൻ ഫ്രീ ലൈഫ്. ഗോഡ് ബ്ലെസ് യു.